അടുത്ത ലോ നമ്പർ 22 വൈഡ് ബോളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വൈഡിൻ്റെ സിഗ്നൽ കാണിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിപ്പോൾ അമ്പയർ കാണിക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ വൈഡിൻ്റെ സിഗ്നൽ. അപ്പോൾ ജഡ്ജിങ് എ വൈഡ് ആണ് ആദ്യത്തെ. എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ഇഫ് ദ ബോളർ ബോൾസ് എ ബോൾ നോട്ട് ബീങ് എ നോ ബോൾ, എറിഞ്ഞ ബോൾ നോ ബോൾ അല്ലാത്ത പക്ഷം ദ അമ്പയർ ഷാൾ അഡ്ജഡ്ജ് ഇറ്റ് എ വൈഡ്, അമ്പയറിനെ വൈഡ് വിളിക്കുക. അപ്പോൾ ഇഫ് അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ 22.1.2 അടുത്ത് പറയാൻ ദ ബോൾ പാസ് വൈഡ് ഓഫ് വേർ ദ സ്ട്രൈക്കർ ഈസ് സ്റ്റാൻഡിങ്, അതായത് ആൾ നിൽക്കുന്നതിൻ്റെ ഭയങ്കര ദൂരെയായിട്ട്, ഓർ ഏത് ആർന്ന് വെച്ചാൽ സ്ട്രൈക്കർ, ഓർ ഹാസ് സ്റ്റുഡ് അറ്റ് എനി പോയിന്റ് ആഫ്റ്റർ ദ ബോൾ കെയിം ഇൻ ടു പ്ലേ, അതായത് അയാൾ നിൽക്കുന്നു ഒരു സ്ഥലത്ത്, പർട്ടിക്കുലർ സ്ഥലത്ത് നിൽക്കുന്നു, അപ്പോൾ ബോൾ പ്ലേയിൽ വരുന്നു. ഫോർ ദാറ്റ് ആൻഡ് വിച്ച് ഓൾസോ വുഡ് ഹാവ് പാസ് വൈഡ് ഓഫ് ദ സ്ട്രൈക്കർ സ്റ്റാൻഡിങ് ഇൻ നോർമൽ ബാറ്റിംഗ് പൊസിഷൻ. അപ്പോൾ പുള്ളി നിന്ന സ്ഥലത്ത് ഒന്ന് ഭയങ്കര വൈഡായിട്ട് പോകുന്ന ഒരു സാധനത്തിനാണ് വൈഡെന്ന് ഇപ്പോൾ തൽക്കാലം അത് മനസ്സിലാക്കുക. അതിന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ബോൾ വിൽ ബി കൺസിഡർ ആസ് പാസിംഗ് വൈഡ് ഓഫ് ദ സൈക്കിൾ അൺലെസ് ഇറ്റ് ഈസ് സഫിഷ്യൻ്റ്ലി വിത്തിൻ ദ റീച്ച് ഫോർ ഹിം ഹർ ടു ബി ഏബിൾ ടു ഹിറ്റ് ഇറ്റ് വിത്ത് ദ ബാറ്റ് ബൈ മീൻസ് ഓഫ് നോർമൽ ക്രിക്കറ്റ് സ്ട്രോക്ക്. അതായത് സാധാരണ ഉള്ള ഒരു ക്രിക്കറ്റ് സ്ട്രോക്ക് കൂടെ ഒരു ബോളിനെ ഹിറ്റ് ചെയ്യാനുള്ള ഭാഗത്തിനുള്ള ഒരു ഭാഗത്തു കൂടി പാസ് ചെയ്യാത്ത പക്ഷം അതിനെ വൈഡായിട്ട് പാസ് ചെയ്തു എന്ന് വിചാരിച്ച് വൈഡ് കോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കോൾ ആൻഡ് സിഗ്നൽ ഓഫ് വൈഡ്. ഇഫ് ദ അമ്പയർ അഡ്ജസ്റ്റ്സ് എ ഡെലിവറി ടു ബി വൈഡ്, ഷീ കോൾസ് ആൻഡ് സിഗ്നൽ വൈഡ് ബോൾ ആസ് സൂൺ ആസ് ദ ബോൾ പാസസ് ദ സ്ട്രൈക്കേഴ്സ് വിക്കറ്റ്. അപ്പോൾ സ്ട്രൈക്കേഴ്സ് വിക്കറ്റ് നമ്മുടെ ബാറ്റ് ചെയ്യുന്ന ആളുടെ അവിടുത്തെ സ്റ്റെമ്പിൻ്റെ അപ്പുറത്തേക്ക് കഴിയുമ്പോൾ തന്നെ വൈഡ് വിളിക്കുക. ഇറ്റ് ഷാൽ ഹവർ ബി കൺസിഡർഡ് ടു ഹാവ് ബീൻ എ വൈഡ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ദാറ്റ് ദ ബോളർ എൻറ്റേർഡ് ഹിസ് ഡെലിവറി സ്ട്രൈറ്റ് ഈവൻ ദോ ഇറ്റ് കനോട്ട് ബി കോൾഡ് വൈഡ് അണ്ടിൽ ഇറ്റ് പാസസ് ദ സ്ട്രൈക്കർ വിക്കറ്റ്. അതായത് എറിഞ്ഞപ്പോൾ മീൻസ് ആ ബോൾ കുത്തുമ്പോൾ തന്നെ നമുക്ക് വൈഡാന്ന് തോന്നിയെങ്കിലും ആ സ്ട്രൈക്കറിൻ്റെ അപ്പുറം പാസ് ചെയ്യണ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് വിളിക്കാൻ പാടുള്ളൂ എന്നുള്ള കേസ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എറിയുമ്പോൾ തന്നെ ഏറ്റവും അറ്റത്തെ കുത്തിച്ച് അത് വൈഡാ പോകാൻ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവും, ചിലത് ക്ലീനായിട്ട് മനസ്സിലാവും, എങ്കിലും അതാണ് പറയുന്നത്. റിവോക്കിംഗ് എ കോൾ ഓഫ് വൈഡ്. ദ അമ്പയർ ഷാൽ റിവോക്ക് ദ കോൾ ഓഫ് വൈഡ് ബോൾ ഇഫ് ദർ ഈസ് ദെൻ എനി കോൺടാക്ട് ബിറ്റ്വീൻ ദ ബോൾ ആൻഡ് ദ സ്ട്രൈക്കേഴ്സ് ബാറ്റ് ഓർ പേഴ്സൺ ബിഫോർ ദ ബോൾ കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ഫീൽഡർ. അപ്പോൾ നമുക്ക് ഇത് വൈഡിൻ്റെ സിഗ്നൽ റിവോക്ക് ചെയ്യാനുള്ള അധികാരം അമ്പയറിൽ നിക്ഷിപ്തമാണ്. പുള്ളിക്ക് അത് റിവോക്ക് ചെയ്യാം, ഏതെങ്കിലും ബാറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അയാളുടെ മേത്തോ എവിടെയെങ്കിലും തട്ടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അമ്പയർ ഷാൽ റിവോക്ക് ദ കോൾ ഓഫ് വൈഡ് ഇഫ് എ ഡെലിവറി ഈസ് കോൾഡ് നോ ബോൾ. അതായത് ഇപ്പോൾ അതിന് ശേഷം അത് ഫുഡ് നോ ബോളാന്ന് കണ്ടു കഴിഞ്ഞാൽ നോയാണ് അതിൻ്റെ പ്രിഫറൻസ്. നമ്മൾ നേരത്തെ കണ്ടു നോ ബോൾ ടു വൈഡ് ഓവർ റൈഡ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു. അത് ഫസ്റ്റ് ബോൾ ചെയ്തതിന് ശേഷമാണല്ലോ വൈഡ്, മറ്റേ സ്ട്രൈക്കറിൻ്റെ അപ്പുറം പോയിട്ടുള്ള കേസാണല്ലോ വൈഡ്. അപ്പോൾ ചെയ്യണ ടൈമിൽ നമ്മുടെ ഫുഡ് വെച്ച് നോക്കുക, അയാളുടെ ആക്ഷൻ കൊണ്ട് നോ ബോൾ ആവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോ ബോൾ പല രീതിയിലാവാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഫീൽഡർ റെസ്ട്രിക്ഷൻസ് തെറ്റിച്ചാലും നോ ബോൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ T20 4 ഫീൽഡർ മിനിമം സർക്കിളിൻ്റെ അകത്ത് വേണമെന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാരൊക്കെ പുറത്തു പോയി നോ ബോൾ വിളിക്കാം. പിന്നെ ഫീൽഡിങ് റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് അതിൽ കൂടുതലുള്ള ആൾക്കാർ സർക്കിളിൻ്റെ പുറത്ത് പോകുകയാണെങ്കിലൊക്കെ നോ ബോൾ വിളിക്കാം. അപ്പോൾ അത് നോ ബോളായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ടാണ് അതില്ലെങ്കിലാണ് വൈഡ് കൊടുക്കുന്നത്. ഡെലിവറി നോട്ട് എ വൈഡ്. ദ അമ്പയർ ഷാൽ നോട്ട് അഡ്ജസ്റ്റ് ഡെലിവറി ആസ് ബീങ് എ വൈഡ് ഇഫ് ദ സ്ട്രൈക്കർ ബൈ മൂവിങ് ഐദർ കോസ് ദ ബോൾ ടു പാസ് വൈഡ് ഓഫ് ഹിം ഹെർ. അതായത് ഒരു ബോൾ എറിയുന്നു, അപ്പോൾ സ്ട്രൈക്കർ നേരെ അടിക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് പുള്ളി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ അങ്ങനെ നീങ്ങിപ്പോയിട്ട് ബോൾ അടിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് വൈഡ് വിളിക്കില്ലല്ലോ. അതാണ് എൻ്റെ തോന്നുന്നത്. ഓർ ബ്രിങ്സ് ദ ബോൾ സഫിഷ്യൻ്റ്ലി വിത്തിൻ ദ റീച്ച് ടു ബി ഏബിൾ ടു ഹിറ്റ് ഇറ്റ് ബൈ മീൻസ് ഓഫ് ദ നോർമൽ ക്രിക്കറ്റ്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഷഫ്ലിങ്സ് ഒക്കെ ഷഫിൾ ചെയ്യില്ല ബാറ്റ്സ്മാൻ, ഇപ്പോൾ ഓഫ് സ്റ്റെമ്പിലേക്ക് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബോളർ കുറച്ച് അതനുസരിച്ച് വൈഡാക്കി കൊടുക്കുക അവൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ വിത്തിൻ ദ റീച്ച് ആണ് എന്നിട്ട് മിസ്സായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വൈഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പിച്ചിൽ വരയ്ക്കുമെങ്കിലും അത് ജസ്റ്റ് ഫോർ റെഫറൻസ് ആണ്. അത് നിർബന്ധമായിട്ടും അത് വൈഡായിട്ട് ഇരിക്കുന്നതല്ല അതിൻ്റെ മീനിങ്. അതാണ് ഈ ഒരു റൂൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാറ്റ്സ്മാൻ ഭയങ്കരമായിട്ട് ഓഫ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ ഇയാൾക്കും വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തറിയാം. എന്നിട്ട് അത് അയാളുടെ വിത്തിൻ ദ റീച്ചാണ്, പക്ഷേ അടിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വൈഡ് ലൈൻ്റെ അപ്പുറം പറഞ്ഞ് പക്ഷേ വൈഡ് വിളിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം. The umpire shall not adjudge a delivery as being wide if the ball touches the striker's bat or person, but only as the ball passes the striker. സ്ട്രൈക്കറിനെ പാസ് ചെയ്യും വഴി ബാറ്റിലോ അയാളുടെ മേത്തോ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ വൈഡല്ല, അത് നമുക്കറിയാം. ബോൾ നോട്ട് ഡെഡ്. ദ ബോൾ ഡസ് നോട്ട് ബിക്കം ഡെഡ് ഓൺ ദ കോൾ ഓഫ് വൈഡ്. വൈഡ് വിളിച്ചു എന്ന് വെച്ചാൽ ബോൾ ഡെഡ് ആവില്ല. അത് ചിലപ്പോൾ 4 പോയാൽ 4 കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ കീപ്പർ പിടിക്കുന്നതിനും ഒരാൾക്ക് ഓടണമെങ്കിൽ ഓടാം, അപ്പോൾ വൈഡ് +1 കിട്ടും.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പെനാൽറ്റി ഫോർ വൈഡ്, പെനാൽറ്റി 1 run ഷാൽ ബി അവാർഡ് ഇൻസ്റ്റൻ്റ്ലി ഓൺ ദ കോൾ ഓഫ് വൈഡ്. വൈഡ് വിളിച്ച ഉടനെ 1 run കിട്ടും. അൺലെസ് ദ കോൾ ഈസ് റിവോക്ഡ് ദിസ് പെനാൽറ്റി ഷാൽ സ്റ്റാൻഡ് ഈവൻ ഇഫ് ദ ബാറ്റർ ഇസ് ഡിസ്മിസ്. അപ്പോൾ ഈ വൈഡ് ബോൾ സ്റ്റെംഡ് ആവാം. വൈഡ് ബോളറിന് സ്റ്റെം, ഇപ്പോൾ അയാൾ ഒരു സ്പിന്നർ എറിയുന്നു, സ്പിന്നറൊക്കെ എറിയുമ്പോൾ ബാറ്റ്സ്മാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കാൻ നോക്കുന്നു, വൈഡ് വേണമെങ്കിൽ വൈഡ് അറിയാം. അശ്വിൻ്റെയൊക്കെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പല ലെഗ് സ്പിന്നേഴ്സിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടാവും, വൈഡ് അറിയാം. അത് നേരെ സ്റ്റെമ്പ് ചെയ്യും. അപ്പോൾ സ്റ്റെംഡാണ്, പക്ഷേ വൈഡാണ്. ആ വൈഡിൻ്റെ റണ്ണും കിട്ടും. ആൻഡ് ഷാൽ ബി ഇൻ അഡീഷൻ ടു എനി അതർ റൺ സ്കോർഡ്, എനി ബൗണ്ടറി അലൗൻസ് ആൻഡ് എനി അതർ റൺസ് അവാർഡ് ഫോർ പെനാൽറ്റീസ്. ഓക്കെ, അപ്പോൾ വൈഡ് കൂടാതെ ഈ പറഞ്ഞ പോലെ അത് ഇപ്പോൾ സ്റ്റെംഡായി കഴിഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ബോൾ ഡെഡായി. അല്ലാണ്ട് വൈഡ് എറിഞ്ഞു, കീപ്പർ മിസ്സായി, 4+1 5 റൺ കിട്ടുന്നു. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ഇനി അത് പോയി സപ്പോസ് ഒരു ഹെൽമെറ്റ്, കീപ്പറിൻ്റെ ഹെൽമെറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വൈഡ് എറിഞ്ഞു, അത് പോയി കീപ്പറിൻ്റെ ഹെൽമെറ്റ്, റെസ്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റ് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റ് പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 റൺ പെനാൽറ്റിയാണ്. ഫീൽഡറിൻ്റെയൊക്കെ ഒരു സാധനത്തിൽ പോയി ടച്ച് ചെയ്താൽ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞൊരു റൂൾസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് അഡീഷണലായിട്ട് ഒരു റണ്ണും കിട്ടും. അതുകൂടാതെ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, പെനാൽറ്റീസാണോ അധിക ബൗണ്ടറി ലെവൻസോ ഏതാണെന്ന് വെച്ചാൽ അതും ഇതിൻ്റെ അടുത്ത് കൂട്ടപ്പെടും. റൺസ് റിസൾട്ടിങ് ഫ്രം വൈഡ് ഹൗസ് സ്കോർഡ്. അപ്പോൾ ഓൾ റൺസ് കംപ്ലീറ്റ് ബൈ ദ ബാറ്റേഴ്സ് ഓർ ബൗണ്ടറി അലവൻസ് ടുഗദർ വിത്ത് ദ പെനാൽറ്റി ഫോർ വൈഡ്. അപ്പോൾ ഇതിൽ ബൗണ്ടറി പോയി കഴിഞ്ഞാൽ ബൗണ്ടറി കിട്ടുന്ന കേസും, പിന്നെ ബാറ്റർ വേണമെങ്കിൽ ഓടാം. വൈഡ് പോയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ബാറ്റേഴ്സിൻ്റെ റണ്ണോടാം. അപ്പോൾ അത് പ്ലസ് വൈഡിൻ്റെ റണ്ണും കിട്ടും. അപ്പാർട്ട് ഫ്രം എനി അവാർഡ് ഓഫ് 5 runs പെനാൽറ്റി, ഓൾ റൺസ് റിസൾട്ടിങ് വൈഡ് ഷാൽ ബി ഡെബിറ്റഡ് എഗൻസ്റ്റ് ദ ബോളർ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ മറ്റേ ബോളർ വൈഡ് പോയി നേരെ കീപ്പർ ബാക്കിൽ മറ്റേ ഹെൽമെറ്റ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 റൺ പെനാൽറ്റി. അപ്പോൾ 5+1 6 റൺ വന്നു. അതിൽ 1 റണ്ണാണ് നമ്മുടെ ബോളറിൻ്റെ ഇതിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ, ബോളറിൻ്റെ ഫിഗേഴ്സിൽ, ബോളിംഗ് ഫിഗേഴ്സിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. ബാക്കി 5 റൺ പെനാൽറ്റി ആയിട്ട് തന്നെ പോകും. നേരെ കുറച്ച് ആ വൈഡ് 4 പോയിരുന്നെങ്കിൽ 1+4 5 റൺ ബോളറിൻ്റെ കയ്യിലേക്ക് അങ്ങ് പോകും. ബോളറിൻ്റെ ഇതിൽ ബോളറിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആവും, ഡെബിറ്റഡ് ആവും. വൈഡ് നോട്ട് ടു കൗണ്ട്, വൈഡ് ഷാൽ നോട്ട് കൗണ്ട് ആസ് വൺ ഓഫ് ദ, വൈഡ് ഓവറിലായിട്ട് കൂട്ടില്ലല്ലോ. ഔട്ട് ഫ്രം എ വൈഡ്, വെൻ വൈഡ് ബോൾ ഹാസ് ബീൻ കോൾഡ് നെയ്തർ ബാറ്റർ ഷാൽ ബി ഔട്ട് അണ്ടർ എനി ഓഫ് ദ ലോസ് എക്സെപ്റ്റ് ഹിറ്റ് വിക്കറ്റ് ഓഫ് സ്ട്രെങ്ത് ദ ഫീൽഡ്, റൺ ഔട്ട് ആൻഡ് സ്റ്റംപ്. കണ്ടോ, ഈ വൈഡ് എറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 തരത്തിൽ വിക്കറ്റുകൾ പോകാം. ഏതൊക്കെയാണ്? ഹിറ്റ് വിക്കറ്റ് ആവാം, വൈഡ് എറിഞ്ഞു അയാളെങ്ങാനും ജസ്റ്റ് അയാളുടെ കാല് തന്നെയോ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ അയാൾ അടിക്കാൻ നോക്കി സ്റ്റെമ്പ് തട്ടി ഹിറ്റ് വിക്കറ്റ് ആവും. ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് ആവാം. ആ ടൈം അയാൾ എന്തെങ്കിലും വൈഡ് എറിഞ്ഞു, അതുകൊണ്ട് അയാൾ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ബോളർ തിരിച്ച് മീൻസ് ആരെങ്കിലും തിരിച്ചറിയാൻ പോയപ്പോഴത്തേക്കും സ്റ്റെമ്പിൽ കൊള്ളാണ്ടിരിക്കാനോ, അല്ലെങ്കിൽ അയാൾ ക്രീസിൻ്റെ പുറത്തായ ടൈമിൽ ബോൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്ട്രൈക്കറിനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ബോൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് അങ്ങനെ അപ്പീൽ വിളിക്കാം. പിന്നെ റണ്ണൗട്ട് ആവാം, വേണമെങ്കിൽ സ്റ്റെമ്പഡ് ആവാം. അപ്പോൾ ഇതൊക്കെയാണ് വൈഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റൂളാണ്, നിങ്ങൾക്ക് പലതും അറിയാവുന്നതാണ്. സോ ദാറ്റ് ഈസ് റൂൾ നമ്പർ 22, വൈഡ് ബോൾ. താങ്ക് യു.